നമസ്കാരം. എൻ്റെ പേര് വിൻസി ബൈജു. ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ കൊല്ലം കോർപ്പറേഷനിൽ പോർട്ട് ഡിവിഷൻ 48ാം ഡിവിഷനിൽ UDFിൻ്റെ സാരഥിയായി ഞാൻ മത്സരിക്കുകയാണ്. മീറ്റ് ദ കാൻഡിഡേറ്റ് എന്ന നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇപ്പോ ഇലക്ഷന്റെ ചൂടിലായിരിക്കും അല്ലേ? എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ കഴിഞ്ഞ 12 വർഷമായി പൊതുപ്രവർത്തനത്തിലുണ്ട്. ഏറെ പ്രത്യേകിച്ച് തീരദേശ മേഖലയിൽ മത്സ്യത്തൊഴിലാളി മേഖലയിലേക്ക് പട്ടയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വീട്ട് നമ്പറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മത്സ്യത്തൊഴിലാളി മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മണ്ണെണ്ണ സബ്സിഡി പോലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധി പ്രശ്നങ്ങളിൽ, പിന്നെ നമ്മുടെ ഹാർബറിൻ്റെ വികസനത്തിൽ ഈ സിമെൻറ്റ് പ്ലാന്റൊക്കെ വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ, അതൊക്കെ തീരദേശ ജനങ്ങളെ ഒരുപാട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ. അങ്ങനെ കഴിഞ്ഞ 12 വർഷമായി സജീവമായി തീരപ്രദേശത്ത് ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു. അനുദിനം ജീവിതത്തിൽ മത്സ്യത്തൊഴിലാളി ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. ആദ്യമായിട്ടാണോ ഈ വാർഡ് കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ? അതെ. ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക കൊടുത്ത സമയത്ത് ഉള്ളിലുണ്ടായ ഒരു ഫീലിംഗ്? തീർച്ചയായും നമ്മൾ കുറേ വർഷങ്ങളായി ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായ കാര്യം, നമുക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരു വഴി വേണം. കാര്യം നമ്മളിപ്പോൾ പൊതുപ്രവർത്തനം നിൽക്കുന്നോക്കെ, പക്ഷെ എങ്കിൽ പോലും നമുക്ക് സ്വതന്ത്രമായി ഒന്ന് കാര്യങ്ങൾ ഇടപെടാനും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കാനും നമുക്ക് ഒരു അധികാരം, ഒരു ഇത് വേണം. അപ്പോൾ ആ ഒരു രീതി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചത്. ഫാമിലിയിൽ നിന്നും എല്ലായിടത്തും നല്ല സപ്പോർട്ടായിരുന്നു ഇതിങ്ങനെ? തീർച്ചയായിട്ടും നല്ല സപ്പോർട്ടാണ്. ഫാമിലിയിൽ നിന്നും നമ്മുടെ തീരപ്രദേശവുമായി ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നും അവിടുത്തെ സ്ത്രീജനങ്ങളും നല്ല സപ്പോർട്ടാണ്. ഓക്കെ, ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ആൻറ്റി ഇലക്ഷന് നിൽക്കുന്ന കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്ന വാർഡിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താണെന്നാണ് തോന്നിയിട്ടുള്ളത്? നിലവിൽ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് വേസ്റ്റ് മാനേജ്മെന്റ്. അത് വലിയൊരു പ്രശ്നമാണ്. കാര്യം ഞാനിപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മുടെ ഈ വാർഡ് മുഴുവൻ ഞാൻ 3-4 തവണ സഞ്ചരിച്ചു കഴിഞ്ഞു വോട്ട് അഭ്യർത്ഥനയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ അറിയപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം ഇതാണ്: അവർക്ക് വേസ്റ്റ് വേർതിരിച്ച് മാറ്റുവാൻ സാധിക്കുന്നില്ല. ഇപ്പം മുൻകാലങ്ങളിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഏകദേശം ഒരു 20 വർഷങ്ങൾക്ക് ആ സമയം മുമ്പ് വരെ നമുക്ക് വണ്ടി രാവിലെ വന്നു ജൈവമാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യം വേർതിരിച്ച് വെച്ചാൽ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുറേ കാലങ്ങളായതില്ല. ഇപ്പം ഏറ്റവും അടുത്ത് പറയണമെങ്കിൽ നമ്മളിപ്പം അറിയപ്പെടുന്ന QSS കോളനി, അതിപ്പോൾ പല പേരുകളിലാണ് ഫ്ലാറ്റ് അറിയപ്പെടുന്നത്. കുളിർമ, നീലിമ എന്നൊക്കെ അറിയപ്പെടുന്നു. അവിടെ കണ്ട ഒരു കാഴ്ച ഇതാണ്: 3 വർഷത്തോളമായുള്ള ആ ഫ്ലാറ്റ് നിർമ്മിച്ചിട്ട്. അപ്പോൾ ഇത്രയും ഒരു ഇങ്ങനെ നല്ല വികസന പാതയിൽ നിൽക്കുന്ന സമയത്ത് പോലും ഒരു വേസ്റ്റ് ഇടാനുള്ള സൗകര്യം അവിടെ ഇല്ല. അതിൻ്റെ സ്ട്രെച്ചർ ചെയ്തപ്പോൾ, വീടുകൾ കെട്ടാനുള്ള പ്ലാൻ വരച്ചപ്പോൾ ആദ്യം അവർ ചെയ്യേണ്ടത് അതായിരുന്നു. സ്ഥലം ഉണ്ടോയെന്ന് വെച്ചാൽ സ്ഥലമുണ്ട്. ഞാൻ കയറി ഇറങ്ങി ഓരോ ഭാഗവും നോക്കി കണ്ട വ്യക്തിയാണ്. അവിടെ ആദ്യം ചെന്ന ഉടനെ പറയുന്നത്, മോളെ വേറെ ഒന്നും ചെയ്യേണ്ട, ഒരു വേസ്റ്റ് മാറ്റാനുള്ള വഴി ഒരുക്കി തരണമെന്നാണ്. അപ്പം അതൊരു വലിയ, അതേ കണക്ക് തന്നെ പിന്നെ നമ്മുടെ തീരപ്രദേശങ്ങൾ സഞ്ചരിക്കുമ്പോൾ അറിയാൻ പറ്റും, മുക്കിനൊക്കെയാണ് ഈ വേസ്റ്റ് മാലിന്യങ്ങൾ കിടക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് രോഗങ്ങൾ വരുന്നുണ്ട്. ദൈവകൃപയിലാണെന്ന് എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂ. എന്തോ ഒരു ഈശ്വര കടാക്ഷം പോലെ നമുക്കിപ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങളില്ല. എങ്കിൽ പോലും മാലിന്യം വളരെ ഒരു വിപത്താണ്. അതാണ് ആദ്യത്തെ ഒരു ഇത് എനിക്ക് തോന്നുന്നത്. പിന്നെ കുടിവെള്ള പ്രശ്നം, അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ആഴ്ചയിൽ 2-3 ദിവസമേ വരുന്നുള്ളൂ. ആ വരുന്ന വെള്ളം നിശ്ചിത സമയമാണ്. അപ്പം ഈ കാലഘട്ടത്തിൽ നമുക്ക് ആദ്യം വേണ്ടത് ഏറ്റവും അടിസ്ഥാനമായ കാര്യം എന്ന് പറയുന്നത് പാർപ്പിടം, വായു, ജലം എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അതിൽ ജലം എന്ന് പറഞ്ഞൊരു സംഭവം, കിട്ടുന്ന വെള്ളം തന്നെ പലപ്പോഴും കലങ്ങിയ വെള്ളങ്ങളായിരിക്കാം, ചെറിയ കീടങ്ങളുള്ള വെള്ളമായിരിക്കാം. അപ്പോൾ അതൊന്ന് തിളപ്പിച്ചെടുത്ത് കൊടുക്കാൻ പോലും നമുക്ക് തുച്ഛമായ രീതിയിൽ വെള്ളം കിട്ടുന്നുള്ളൂ. അപ്പോൾ അത് തന്നെ വലിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ അല്ലാതുള്ള കുറേ അടിസ്ഥാന റോഡ്, അത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ ആ അമ്മച്ചി ആദ്യം പറഞ്ഞത് എൻ്റെ അടുത്ത്, ഒരു അപ്പച്ചൻ സുഖമില്ലാതെ കട്ടിലിൽ കിടക്കുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം ഇതാണ്: വീട്ടിൻ്റെ ഫ്രണ്ടിൽ റോഡിൽ ഇറങ്ങിയപ്പോൾ അവിടുത്തെ ആ റോഡ് പൊളിഞ്ഞിടക്കുകയാണ്. ഏകദേശം 5 വർഷമായി അവരെ വീണ്ടും ആ റോഡിൽ മറിഞ്ഞ് വീണ് ഡിസ്കിന് കംപ്ലൈൻറ്റ് വന്ന് കിടപ്പായതാണ്. അപ്പോൾ അത്രയും ഒരു ദയനീയ അവസ്ഥയുണ്ട്. അപ്പം നമ്മുടെ വാർഡ് മുഴുവൻ നോക്കിയാൽ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, സംബന്ധമായ ഓടച്ചാലുകൾ വൃത്തിയാക്കാതെ, യഥാസമയം വൃത്തിയാക്കാത്തതിൻ്റെ ബുദ്ധിമുട്ട് മൂലം അഴുക്കുകൾ ഒഴുകി പോകുകയോ അങ്ങനെയൊന്നും നടക്കാത്തത് മൂലം വെള്ളം കെട്ടി നിന്ന് മഴ സമയത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ ഈ വാർഡിലുണ്ട്.
അപ്പം പ്രശ്നങ്ങളെ കുറിച്ച് നാട്ടുകാരും ബോധവാന്മാരാണ്, നമ്മൾ ഓരോരുത്തരും ബോധവാന്മാരാണ്. ഇപ്പോ ഇലക്ഷനിൽ നിൽക്കുന്ന വാർഡിൽ ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത 5 വർഷത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ പ്രായോഗികമായിട്ട് ചെയ്യാൻ സാധിക്കും എന്നാണ് തോന്നുന്നത്? തീർച്ചയായും ആദ്യം എനിക്ക് തോന്നുന്നത് നേരത്തെ പറഞ്ഞ വേസ്റ്റ് മാനേജ്മെന്റിനുള്ള അടിസ്ഥാനമായ കാര്യങ്ങൾ ചെയ്യുക എന്ന്. ഇതുപോലെ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് ജൈവമാലിന്യം വേർതിരിച്ച് കൊണ്ടുപോകാൻ ഇപ്പോൾ കോർപ്പറേഷനിൽ ഒരു ഹരിതകർമ്മ സേനയുടെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എടുക്കുന്നുണ്ട്. പക്ഷെ ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എടുക്കുന്നവർ പോലും ചില ഏരിയകളിൽ കറക്റ്റ് ആയിട്ട് വരുന്നില്ല എന്നുള്ള. തീർച്ചയായിട്ടും അത് സത്യമായ കാര്യമാണ്. കറക്റ്റ് കണ്ടിന്യൂസ് അവർ എത്തുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടെന്ന് അറിയില്ല. കണ്ടിന്യൂസ് എത്തുന്നില്ല എന്നുള്ള സംഭവമുണ്ട്. പക്ഷെ എന്നാലും ഒരുവിധമൊക്കെ എടുത്തു പോകുന്നുണ്ട്, ഒരുവിധമൊക്കെ എടുത്തു പോകുന്നുണ്ട്. പക്ഷെ കൃത്യതയോടെയാണെന്ന് ചോദിച്ചാൽ കൃത്യതയോടെയല്ല. ഈ പറഞ്ഞ പോലെ വണ്ടി വന്നാൽ ജൈവ മാലിന്യം വേറൊരു ബാസ്ക്കറ്റിൽ, മറ്റേത് വേറെ ബാസ്ക്കറ്റൊക്കെ നമുക്ക് കൊടുക്കാമായിരുന്നു സ്പോട്ടിൽ. അപ്പം എല്ലാ ദിവസവും രാവിലെ ഒരു 7:30 മുതൽ 8:30 വരെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എടുത്തു പോവുകയാണെങ്കിൽ അത് കൃത്യമായ ഒരു സ്ഥലങ്ങൾ കണ്ടെത്തി ബൾക്കായിട്ടല്ലാതെ നമ്മുടെ പ്രദേശത്തിന് വേണ്ടി ഒരു സ്ഥലം കണ്ടെത്തുക, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്രദേശത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് കൊണ്ടുപോയി ഡം ചെയ്യാൻ പറ്റത്തില്ല. ആ സ്ഥലങ്ങൾ എത്തിച്ച് ഇത് ബയോഗ്യാസ് പ്ലാന്റ് ആയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. നമ്മുടെ ഈ പറഞ്ഞ കണക്ക് ഇപ്പോൾ ക്യൂസസ് കോളനി എടുത്താൽ അവിടെ ഒരു ബയോഗ്യാസ് പ്ലാന്റ്, അതായത് 3 നിലയാണ് വീടെന്ന് പറയുന്നത്. അപ്പോൾ 3 വീട്ടുകാർക്കും കൂടെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് എടുത്ത് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ഗ്യാസ് ഉപയോഗിക്കാം. അതല്ല അങ്ങനെ ഒരു എന്തെങ്കിലും ഏറ്റക്കുറിച്ചിൽ വരികയാണെങ്കിൽ അത് ആർക്കെങ്കിലും കൊടുത്താൽ ആ പൈസ അവർക്ക് തന്നെ, ആ വീട്ടുകാർക്ക് തന്നെ കൊടുത്തു, അവരിടുന്ന വേസ്റ്റിന് അവർക്ക് തന്നെ കൊടുത്തു, അവർക്ക് അതിൻ്റെതായ തുടർ പ്രവർത്തനങ്ങൾ, മെയിൻ്റെനൻസ് പണികൾ, പ്ലാന്റിൻ്റെ മെയിൻ്റെനൻസ് പണികൾക്കോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുക. അല്ലെങ്കിൽ ആ ഗ്യാസ് ഇവർക്ക് തന്നെ ഉപയോഗിക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. പ്ലാസ്റ്റിക് വേർതിരിച്ച് കൊടുത്തിട്ട് അത് പ്രോസസ്സ് ചെയ്യുന്നവരെ കയ്യിൽ എത്തിക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മാലിന്യ സംസ്കരണമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞത് ഒരുപാട് പൈപ്പുകൾ നല്ല ബ്ലോക്കായി കിടപ്പുണ്ട് പല സ്ഥലത്തും. കൃത്യമായ മെയിൻ്റെനൻസ് പണി നടക്കാത്തത് കൊണ്ടാണ് പലയിടങ്ങളിലായിട്ട് ഈ പൈപ്പ് പൊട്ടി വെള്ളം പോകുന്നതും. തീർച്ചയായിട്ടും അത് വളരെ ഒരു വല്ലാത്തൊരു അപകടാവസ്ഥയാണ്. നമ്മൾ അറിയാം, സഞ്ചരിക്കുമ്പോൾ തന്നെ അറിയാം, ചിലയിടയിലൊക്കെ 2 ദിവസമൊക്കെ തുടർച്ചയായിട്ട് വെള്ളം പോകും. പിന്നെ എങ്ങനെ ടാങ്കിൽ വെള്ളം നിൽക്കും? ഇപ്പൊ കുടിവെള്ളം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് അത്യാവശ്യമായ കാര്യമാണ്. ഇപ്പൊ മിനറൽ വാട്ടർ ആണ് എല്ലാവരും ആശ്രയിക്കുന്നത്. അപ്പൊ അത്രയും പൈസ അവർ മുടക്കേണ്ടി വരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു കുറഞ്ഞ ഒരു 5-6 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും വീടുകളിൽ കുപ്പിവെള്ളം, അതായത് ക്യാൻ, 20 ലിറ്ററിന്റെ ക്യാൻ വന്നു തുടങ്ങിയത്. എന്തുകൊണ്ട് ആ ക്യാൻ വാങ്ങിക്കാൻ നിർബന്ധമായത്? സ്ഥിരമായി വെള്ളം കിട്ടാത്തത്. കാര്യം ഈ നിശ്ചിത സമയമാണ്, ഒരു 7 മണി തൊട്ട് ഒരു 8 മണി വരെയൊക്കെ ആയിരിക്കും വെള്ളം വരുന്നത്. ആ സമയമാണ് കുട്ടികളെ സ്കൂളിൽ വിടേണ്ടത്, ആ സമയമാണ് ജോലിക്ക് പോകേണ്ടത്. മീൻ കച്ചവടത്തിന് വന്ന മത്സ്യത്തൊഴിലാളി സ്ത്രീകളുണ്ട്, കടലിൽ ഭർത്താക്കന്മാർ കടലിലായിരിക്കും. അപ്പൊ ഇവർക്ക് പിള്ളേരെയും വിടണം, ഇവരെ ജോലിക്ക് പോകണം. പിന്നെ അല്ലാതെയുള്ള ചെറിയ ചെറിയ ജോലികൾക്ക് പോകുന്നവരുണ്ടാകാം, ഓഫീസ് ജോലികൾക്ക് പോകുന്നവരുണ്ട്. അപ്പൊ ഇവർക്ക് ഇതെല്ലാം കൂടെ അടുക്കളയിലെ പാചകവും പിള്ളേരെ ഒതുക്കലും ഈ 1 മണിക്കൂർ കൊണ്ട് ഈ വെള്ളം എടുക്കലും നടക്കത്തില്ല. അപ്പൊ ഇവർ അത്യാവശ്യം വരുന്ന 3 ദിവസം സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഈ കുടിക്കാൻ വേണ്ടിയാണ് ഇവര് ഈ പ്ലാസ്റ്റിക് കുപ്പിയിലെ വെള്ളം ഇപ്പൊ വരുന്ന വെള്ളത്തില് പോലും പുഴുക്കളും ഭയങ്കര സ്മെല്ലും അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ കൂടുതലാണ്. തീർച്ചയായിട്ടും അതിന് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് തോന്നുന്നത്? അതാ ഞാൻ നേരത്തെ പറഞ്ഞു, കൃത്യമായ ക്ലീനിങ് സെക്ഷൻ. അതായത് നമ്മൾ ഈ വെള്ളം പമ്പ് ചെയ്യുന്നിടത്തുള്ള ടാങ്കുകൾ കാലാസമയം അനുസരിച്ച് മാസത്തിലൊക്കെ ക്ലീൻ ചെയ്ത് അതിൻ്റെ പൈപ്പ് ലൈനിൽ ഇപ്പം നല്ല ഈ സാങ്കേതിക വിദ്യകൾ നമ്മുടെ കയ്യിലുണ്ട്. ആ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കറിയാൻ പറ്റും എവിടെയാണ് ബ്ലോക്ക്, അങ്ങനെയുള്ള സിസ്റ്റത്തിലേക്ക് മാറണം. ഇത് എനിക്ക് തോന്നുന്നു ഇതുവരെ കുറേ വർഷങ്ങൾ കൊണ്ട് അതൊന്നും മെയിൻ്റെനൻസ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ വരുന്നത്. കാര്യം കീടങ്ങളും കളർ വ്യത്യാസവും ഒക്കെ വെള്ളത്തിൽ വരുന്നത്. ആ കറക്റ്റ് സമയത്തിനേക്ക് ആ പ്ലാന്റൊക്കെ വൃത്തിയാക്കുകയും ആ ടാങ്കുകൾ വൃത്തിയാക്കി ആ ചാലുകൾ വെള്ളം വരുന്ന ചാലുകൾ മെയിൻ്റെനൻസ് ഉണ്ടെങ്കിൽ, കാര്യം ഇടയ്ക്ക് എവിടെയെങ്കിലും പൊട്ടിക്കിടക്കുകയാണെങ്കിൽ ആ വെള്ളം പമ്പ് ചെയ്യാത്ത സമയത്തേക്ക് ഈ കീടങ്ങൾ അതിനകത്തൂടെ കയറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വീണ്ടും ആ വെള്ളം പമ്പ് ചെയ്യുമ്പോൾ ഇതിന്റെ കൂടെ വരും. അപ്പൊ എവിടെയൊക്കെയാണ് ഇതിന്റെ മുമ്പ് എനിക്ക് തോന്നുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു ചെറുപ്പക്കാലത്തൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഇടയ്ക്കിടയ്ക്ക് മാൻഹോൾ അടിക്കുമായിരുന്നു റോഡിന് സ്ഥലം. അപ്പൊ നമുക്ക് വാട്ടർ ടാങ്ക് വരുന്നത് ആ മാൻഹോൾ പൊക്കി തുറന്നിട്ട് അവിടെ എന്തെങ്കിലും മെയിൻ്റെനൻസ് പണിയോ ഉണ്ടോ വൃത്തിയാക്കി. പക്ഷെ ഇപ്പോൾ ഒന്നും നമ്മളത് കാണുന്നില്ല. അപ്പൊ അങ്ങനെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ആ ലെവലിൽ അന്ന് ഉണ്ടായിരുന്ന, ഇപ്പം ഇത്രയും വർഷം പിന്നിട്ടപ്പോഴും നമുക്ക് മുമ്പുണ്ടായിരുന്ന അത്രയും പോലെ രീതിയിൽ നല്ല രീതിയിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു മഞ്ഞപ്പിത്തം വെച്ചൊരു കുട്ടി മരിച്ചു. ഇവിടെ താമസിച്ചിരുന്നവരിപ്പം ഇരയിടത്തോട്ട് മാറി. അപ്പൊ അല്ലാതെ 2-3 പേർക്ക് ഇപ്പൊ ചെക്ക് ചെയ്തപ്പോൾ മഞ്ഞപ്പിത്തം ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ അന്വേഷിച്ചപ്പോ ഒക്കെ വെള്ളത്തിൽ നിന്നാണ്, മനസ്സിലായില്ലേ? അപ്പം ഈ വെള്ളം ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ഒരു ആവശ്യ ഘടകമായതുകൊണ്ട് തന്നെ അത് അങ്ങനെയുള്ള സാംക്രമിക രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മുൻകരുതൽ എടുക്കണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ കണക്ക് വൃത്തിയാക്കണം.
അങ്ങനെയുള്ള കുറച്ച്. പിന്നെ മഴകളും ഞാനിപ്പോൾ സഞ്ചരിച്ച വഴികളിലൊക്കെ പലപ്പോഴും പറയുന്നത് റോഡിൽ വെള്ളം കെട്ടി നിന്ന് വീട്ടിലോട്ട് കയറാൻ വയ്യ, ചെളി കെട്ടുന്നു. ഇപ്പം നമ്മൾ അടുത്ത പ്രദേശത്ത് പോലും ഇപ്പം നമ്മൾ ഇരിക്കുന്നതിൻ്റെ അടുത്ത പ്രദേശത്ത് പോലും അത് സംഭവിക്കുന്നുണ്ട്. അപ്പം അന്വേഷിച്ചപ്പോൾ കറക്റ്റായിട്ട് ക്ലീനിങ് നടക്കുന്നില്ല എന്നുള്ളതാണ്. 3 മാസം കൂടുമ്പോഴെങ്കിലും സാധാരണ രീതിയിൽ ആ സമയത്ത് ഒരു ക്ലീനിങ് നടത്തിയിട്ട് കാര്യമില്ല. അപ്പം ഞാനൊരു കൗൺസിലറായി വന്നാൽ ഞാൻ ചെയ്യുന്ന മെയിൻ കാര്യങ്ങളൊന്ന് ഈ 3 കാര്യങ്ങൾ വെച്ച് ഇത് ചെയ്യും. കാര്യം വെച്ചാൽ വേറൊന്നുമല്ല, ഈ ക്ലിയർ ആയിട്ട് അതിനുള്ള അടിഞ്ഞുകൂടുന്ന വേസ്റ്റുകൾ, അത് ഈ മഴവെള്ളപ്പാച്ചിൽ, പ്ലാസ്റ്റിക്കുകൾ എല്ലാം അടിഞ്ഞ് ചെളിയെല്ലാം അതിനകത്ത് പോയി കിടക്കുമ്പോൾ കൃത്യസമയത്ത് ഇത് എടുത്തു മാറ്റിയെങ്കിൽ മാത്രമേ ഈ വെള്ളം ഒഴുകി എത്തേണ്ട സ്ഥലത്ത് പോയി എത്തുകയുള്ളൂ. പക്ഷെ ഈ ഓട ക്ലീൻ ചെയ്യുന്നത് പല സ്ഥലങ്ങളിലും നമ്മളിപ്പോ യാത്ര ചെയ്യുമ്പോൾ കാണുന്നത് ഈ ഓട ക്ലീൻ ചെയ്തിട്ടുള്ള വേസ്റ്റുകൾ അതിന്റെ സൈഡിൽ തന്നെ ഡംപ് ചെയ്തിട്ട് പോകുന്ന ഒരു കാഴ്ചയും. തീർച്ചയായിട്ടും അത് സത്യമായ കാര്യവുമാണ്. ഞാൻ അതിനെതിരെ പ്രതികരിച്ച വ്യക്തിയുമാണ്. അതായത് കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ ഈ പ്രദേശത്തൂടെ പോയപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഞാൻ കണ്ടതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, മഴ പെയ്തപ്പോൾ ഈ ചെളിയെല്ലാം കൂടെ വീണ്ടും റോഡിലാണ്, അത് ചവിട്ടിയാണ് നമ്മൾ നടക്കുന്നത്. കുട്ടികൾ സ്കൂളിൽ പോകുന്നത് പോലെ തൊട്ടടുത്ത് നടന്ന സംഭവമാണ്. നമ്മളിപ്പോൾ ഈ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് സംഭവം അന്വേഷിച്ചപ്പോൾ ആ ഓടൽ കോരിയിട്ടത് തിരിച്ച് അതിൽ തന്നെ വീണ്ടും ഇറങ്ങിയാണ്. ബാക്കി റോഡിൽ അപ്പൊ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സ്ഥലത്താണ് സംഭവിക്കുന്നത്. കൃത്യമായി ആ ഓടയിലോട്ട് വെള്ളം ഒഴുകി പോകാനുള്ള ഒരു രീതി പണിയുക അശാസ്ത്രീയമായാണ്. അതായത് പകുതി വെച്ച് ഓട നിർത്തി വെച്ചിട്ട് ബാക്കി പിന്നെ തുടങ്ങിയാണ്. അപ്പൊ അവിടുന്ന് വെള്ളം കട്ടിയത് അപ്പുറത്തോട്ട് പോകാനുള്ള സാഹചര്യമില്ല. അപ്പം അത് മാറിയിട്ട് നല്ല കൃത്യമായും ഈ രീതിയിൽ 3 മാസം കൂടുമ്പോൾ ഓട ക്ലീൻ ചെയ്യുകയും ആ പോരുന്ന വേസ്റ്റ് വേറെ മാറ്റി അത് വേസ്റ്റിലോട്ട് മാറ്റി എവിടെയാണ് നമുക്കത് ഇത് ചെയ്യാൻ പറ്റുന്ന ആ സ്ഥലത്തേക്ക് ആ വേസ്റ്റ് മാറ്റിയാൽ ഈ പറഞ്ഞൊരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. പിന്നെ ഈ റോഡില് കുഴികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്നതാണ് ഈ കുഴികള് റോഡിൽ ഒത്തിരി വലിയ കുഴികൾ വരുന്നു. നമുക്ക് നമ്മുടെ മെയിൻ റോഡിൽ തന്നെ കാണാം ഒത്തിരി വലിയ കുഴികളുണ്ട്. ഇവിടെ കുറെ ആളുകൾ മരിച്ചത് ഈ ഒരു അപകടത്തില് ആക്സിഡന്റ് ആയിട്ടാണ്. അപ്പം മിക്കയിടത്തും ഇത് ക്ലിയർ ചെയ്യുന്നു, ഒരു മഴ വരുന്നു, പിന്നെ ആ റോഡ് അതേ അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പൊ ഇതിന് പ്രായോഗികമായിട്ട് പിന്നെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇത് ഞാൻ മനസ്സിലാക്കിയത് ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടും. വർഷങ്ങൾക്ക് മുമ്പ് റോഡ് ഇടുന്നുണ്ട്. അപ്പൊ ആ റോഡെന്ന് പറഞ്ഞാൽ ഏകദേശം 4 വർഷം 5 വർഷമൊക്കെ നല്ല രീതിയിൽ കിടക്കും. എന്തുകൊണ്ടാണെന്നുള്ളത് ഇനി കണ്ടുപിടിക്കണം, നമ്മൾ പഠിക്കണം. അതായത് നമ്മൾ ഈ റോഡ് ഇടുന്നതിൻ്റെ അകത്ത് വരുന്ന അപാകത എന്താണ്. മുൻപൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ റോഡ് ഇടുമ്പോൾ നമ്മൾ കൊച്ചിലേക്ക് നോക്കി നിൽക്കും ഈ റോഡ് ഇടുന്ന രീതി എങ്ങനെയാണ് എന്ന് വെച്ചാൽ ഘട്ടം ഘട്ടമായിട്ടാണ് റോഡ് ഇടുന്നത്. ആദ്യം വലിയ മെറ്റിലൊക്കെ നികത്തി എല്ലാം റെഡിയാക്കി വെച്ച് അതിൻ്റെ മേളിൽ ചെറിയ മെറ്റിലൊക്കെ നികത്തി അത് ഉറപ്പിക്കും. നമ്മൾ പറയും വലിയ ഇടിവണ്ടി എന്ന് പറയും. അത് കൊണ്ടുവന്ന് ഉറപ്പിച്ച് ഇട്ട് 1-1.5 ആഴ്ച കഴിഞ്ഞ് ആയിരിക്കും അടുത്ത മെറ്റില്. അങ്ങനെ 2-3 ഘട്ടമായിട്ട് അവസാനം ഇടുന്ന ആ ടാറിങ് ആണ് ഇതിൻ്റെ ബലം എന്ന് പറയുന്നത്. കൃത്യമായ രീതിയിൽ അതിൻ്റെ പശയും കാര്യങ്ങളും ചേർത്ത് നല്ല ലെവലിലാണ് ഇടുന്നുവെങ്കിൽ ഈ പറഞ്ഞ പോലെ 4-5 വർഷം നിൽക്കും. ഇപ്പം എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല, എങ്ങനത്തെ രീതിയിലാണെന്ന് നമുക്കറിയില്ല. വരുന്നു ആ ചെറിയ സമയത്ത് പെട്ടെന്ന് റോഡിട്ട് വിളിച്ചോ പറഞ്ഞ് പോകുന്നു എന്നുള്ളതല്ലാതെ അതിന് കൃത്യമായ രീതിയിൽ. പിന്നെ ഈ കുഴികൾ ഉണ്ടാകുമെന്ന് പറയുന്ന സാധനം എനിക്ക് തോന്നുന്നത് ഈ തുടർച്ചയായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ പെട്ടെന്ന് കുഴികൾ വരും. അപ്പൊ ആ വെള്ളം ഇറങ്ങി പോകാനുള്ള ഗ്യാപ്പ് അവിടെ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ ഇനിയെങ്കിലും ആ റോഡ് ഇടുമ്പോൾ ആ ഗ്യാപ്പ് പൂർണ്ണമായി ഫില്ല് ചെയ്ത് നല്ലപോലെ ക്ലിയർ ചെയ്ത് എടുത്തിട്ട് ഈ ടാറിങ് നടത്തുകയാണെങ്കിൽ അവിടെ വീണ്ടും കുഴി ഉണ്ടാകത്തില്ല. നമ്മൾ സഞ്ചരിക്കുമ്പോൾ അറിയാൻ പറ്റും. ഒരു റൂട്ടിൽ പോകുമ്പം കൃത്യമായി നമുക്കറിയാൻ പറ്റും അത് കാലാകാലങ്ങൾ അവിടെ തന്നെയാണ് വീണ്ടും 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 കുഴികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സത്യമല്ലേ? അതങ്ങനെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഇടുന്ന സമയത്ത് ആ അത്രയും ഭാഗം ആദ്യം ഒന്ന് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് പിന്നെ കോമൺ ഇട്ട് പോകണം. എങ്കിൽ ഇവിടെ ഫില്ലായി ഒന്ന് ഉറച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ കോമൺ ആയിട്ട് ഇട്ട് വരുമ്പോൾ വീണ്ടും അവിടെ വെള്ളം കിട്ടത്തില്ല. ഇത് ചെറിയ ഒരു ഹോൾ ഉണ്ടെങ്കിൽ പോലും ഈ മഴവെള്ളത്തിന് തങ്ങി നിൽക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ വീണ്ടും കുഴിയാവും. ഈ പറഞ്ഞ പോലെ അപകടങ്ങൾ എൻ്റെ കൺമുമ്പിൽ തന്നെ ഒരു 2018 ഞാനിതുപോലെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഉള്ള ഒരു സ്ഥലത്ത് ഞാൻ സ്വന്തമായി ഒരു സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ്. 2 വീലറിൽ വരുമ്പോൾ എൻ്റെ ഫ്രണ്ടിൽ പോയ ഒരു അമ്മയും കുഞ്ഞും ചെളിയിൽ വീഴുകയും ഞാൻ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ സമയത്ത് അവിടെ റോഡിട്ടുണ്ട്. അത് ഞാൻ കണ്ട വ്യക്തിയാണ്. ഇപ്പോൾ ഇലക്ഷൻ ഇറങ്ങിയപ്പം എൻ്റെ അടുത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് ചോദിക്കാൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ആദ്യത്തെ കാര്യം ഇത് തന്നെയാണ്. എല്ലാ അമ്മമാരും മോളെ ഇതിൽ നടന്ന് പള്ളിയിൽ പോകാൻ പോലും പറ്റുന്നില്ല, ദേവാലയങ്ങളിൽ പോകാൻ പറ്റുന്നില്ല, മീൻ തലയിൽ വെച്ചുകൊണ്ട് ചുമന്നുകൊണ്ട് പോകുന്ന അനേക സ്ത്രീകളുണ്ട്, അമ്മമാരുണ്ട്, അവർക്ക് പറ്റില്ല. 2 വീലർ
സൈക്കിൾ, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, കാലിൽ കല്ലടിച്ചടിച്ചാണ് പിള്ളേർ പോകേണ്ട ഒരു അവസ്ഥ. പിന്നെ ഈ പറഞ്ഞ നേരത്തെ പോലെ അപകടങ്ങൾ, ഇതൊക്കെ പ്രായം ചെന്നവർക്ക് സ്വസ്ഥമായിട്ടൊന്നും നടക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. ഇത് നമ്മൾ പഠിച്ച് ചെയ്യണം. ഇനി അതെങ്ങനെ നമുക്ക് അത് നിലനിർത്തിക്കൊണ്ട് പോകാം എന്നുള്ളത് കൃത്യമായി പഠനം നടത്തി നല്ല രീതിയിൽ റോഡുകൾ ഇട്ട് എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പോലെ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും ഗതി അത് തന്നെയായിരിക്കും. ടെൻഡർ കൊടുക്കും, നമ്മൾ റോഡിടും, 1.5 വർഷം ആകുമ്പോൾ വീണ്ടും അത് തന്നെയായിരിക്കും. പക്ഷെ അതിന് അതല്ല വേണ്ടത്. തുടർച്ചയായി ഒരു 4-5 വർഷം നമ്മൾ ചെയ്യുന്ന കൃത്യം. നമ്മൾ വീട് പണിയുമ്പോൾ പണ്ട് എല്ലാവരും പറയും അടിസ്ഥാനം ഇടുമ്പോൾ നല്ല അടിസ്ഥാനമായിരിക്കണം എങ്കിലേ കെട്ടിപ്പോക്കാൻ പറ്റുമെന്ന്. അടിസ്ഥാനം ഉറപ്പുള്ളതാണെങ്കിൽ മാത്രമേ നമുക്ക് നിലകൾ കെട്ടിപ്പോക്കാൻ പറ്റൂ. അടിസ്ഥാനം നമ്മൾ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ചെയ്തിട്ട് ഭിത്തികളെല്ലാം കെട്ടിപ്പോയി ഞാൻ വീട് ഇടിഞ്ഞിപ്പോയി. അതുപോലെ തന്നെയാണ് നമ്മൾ സഞ്ചരിക്കുന്ന റോഡ്. അത് അതിൻ്റെതായ രീതിയിൽ നല്ല രീതിയിൽ കൃത്യമായി ചെയ്തെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് സ്വസ്ഥമായി സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ മാഡം ഇലക്ഷനിൽ നിൽക്കുന്ന ഏരിയ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഭൂരിഭാഗവും ഭൂരിഭാഗം എന്ന് പറയാൻ ഒക്കില്ല, മുഴുവനായും മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ്. തുടക്കത്തിൽ മാഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് തീരദേശത്തെ മണൽ ഖനനം എന്നുള്ളത്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ ബ്ലൂ എക്കോണമി എന്ന് പറയുന്ന സംഭവം അത് വന്നതിന് ശേഷമാണ് നമുക്കത് മനസ്സിലായത്. സാഗരമാല പദ്ധതി എന്ന് പറഞ്ഞ പോലെ പദ്ധതികൾ അനേകമുണ്ട്. എനിക്ക് തോന്നുന്നു സുനാമിക്ക് ശേഷം ഇങ്ങോട്ട് മത്സ്യത്തൊഴിലാളികളെല്ലാം വളരെ കഷ്ടത്തിലാണ്. അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ മാറ്റം വന്നിട്ടുണ്ട്. ഈ കൊല്ലം പരപ്പ് എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ പരവൂര് മുതൽ ഇങ്ങ് അഴീക്കൽ വരെ ഏറ്റവും വലിയ മത്സ്യ കലവറയാണ്. അപ്പോൾ ഇവർ ഈ പറയുന്ന പോലെ ഇവിടെ ഖനനം ചെയ്താൽ നമ്മളെല്ലാം പൊന്മട്ടയിടുന്ന താറാവെന്ന് കേട്ടിട്ടുള്ളതാണ്. ആദ്യം നമുക്ക് കുറെ ബെനിഫിറ്റ് കിട്ടും, പിന്നെ നമ്മുടെ കയ്യിലൊന്നും കിട്ടാറില്ല. ഇതാണ് അവസ്ഥ. ഇപ്പൊ സാധാരണ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ തിങ്ങി വസിക്കുന്ന ഏരിയയാണ് ഈ ഇത്രയും കൊല്ലം പരപ്പൊന്ന്. അത്രയും സ്ഥലത്ത് തന്നെ നമ്മൾ നോക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ പൊതുവെ ഈ സുനാമി ശേഷം മത്സ്യ ലഭ്യത കുറവാണ്. ഈ മണൽ ഖനനം കൂടെ വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതം പിന്നെ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം ഈ തീരപ്രദേശത്ത് താമസിക്കുന്നത് 90% അധികവും മത്സ്യത്തൊഴിലാളികളാണ്. അവരുടെ ജീവിത മാർഗത്തിനും വലിയൊരു ആഘാതമായിരിക്കും ഈ മണൽ ഖനനം. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഈ മത്സ്യത്തൊഴിലാളികൾ ഇതിനെ കുറിച്ച് അവെയർ ആണെന്ന് മാഡത്തിന് തോന്നുന്നു? അവെയർ ആണെന്ന് ചോദിച്ചാൽ അറിയാം, എന്നാൽ അവരത് പ്രതികരിക്കുന്നില്ല എന്നതാണ്. പ്രതികരിക്കുന്നവരുണ്ട്, പക്ഷെ മൊത്തം വിഭാഗം ജനങ്ങൾക്കും അതിൻ്റെ കൃത്യമായ ഒരു അവയർനെസ് കൊടുക്കണം. നമ്മൾ ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നെങ്കിൽ മാത്രമേ കാര്യങ്ങൾ ചെയ്യാം. ഒരു അവയർനെസ് കൊണ്ട് മാത്രം അവർ ഇതിന് ബോധവാന്മാരാകും എന്ന് തോന്നുന്നു. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അവയർനെസ് നമ്മൾ കൊടുക്കണം. കൊടുത്തതിന് ശേഷമേ നമുക്ക് പറയാൻ പറ്റൂ. എനിക്ക് തോന്നുന്നു കൃത്യമായ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. എന്നാൽ ഒരു 70% ആൾക്കാർക്ക് ഇത് അറിയാം, ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. പിന്നെ ചില സാഹചര്യങ്ങൾ കൊണ്ട് അവരാരും മിണ്ടുന്നില്ല, മൗനം പാലിക്കുന്നു എന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ മത്സ്യത്തൊഴിലാളി സമരവുമായി ബന്ധപ്പെട്ട് ഇപ്പം ഈ മണൽഖനന സമരവുമായി ബന്ധപ്പെട്ട് മുതിർന്ന നേതാക്കന്മാരുൾപ്പെടെ MP-മാരുൾപ്പെടെ വന്ന് സമരത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം മനസ്സിലാക്കിയത് കാരണം പൂർണ്ണമായി അവർക്ക് അറിയാം, പക്ഷെ എന്തുകൊണ്ടോ ഒരു ഭാഗം ആൾക്കാർക്ക് അതൊരു ഇത്രയും പ്രശ്നങ്ങളാണ് എന്നൊരു ഉൾക്കൊള്ളുന്നില്ല എന്നതുള്ളതാണ് സത്യം. എന്നാൽ അതൊരു വലിയ ആപത്താണ് മത്സ്യത്തൊഴിലാളി മേഖലയ്ക്ക് വെച്ച്. പ്രത്യേകിച്ച് നമ്മൾ നോക്കിയാൽ ഇത് ഇവിടത്തേക്ക് മാത്രമല്ല, ഈ മണൽ ഖനനം വന്നാൽ ദുരന്തം അനുഭവിക്കുന്ന ഇവിടെ മാത്രമല്ല, ഈ ഇമ്പോർട്ട് ചെയ്യുന്ന മത്സ്യങ്ങൾ അത് കണക്ക് തന്നെ മറ്റുള്ള അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവർ എന്ന് വെച്ചാൽ മത്സ്യത്തൊഴിലാളി സ്ത്രീകൾ. ഈ പ്രശ്നം വന്നാൽ ബാധിക്കുന്നത് കടലിൽ പോയി മീൻ പിടിക്കുന്നവർക്ക് മാത്രമല്ല, മത്സ്യത്തൊഴിലാളി സ്ത്രീകൾ, അതുപോലെ തന്നെ മത്സ്യം ഇവിടുന്ന് കൊണ്ടുപോയി കച്ചവടത്തിന് പോകുന്നവർ, അത് സ്റ്റാളുകൾ നടത്തുന്നവർ, പിന്നെ ഇത് കൊണ്ടുപോകുന്ന വാഹനങ്ങൾ, ഇപ്പോൾ ഒരുപാട് തൊഴിലാളികളെ ഇത് ബാധിക്കുന്നുണ്ട്. അതാരും മനസ്സിലാക്കുന്നില്ല. മത്സ്യത്തൊഴിലാളി മേഖല താമസിക്കുന്നവർക്ക് മാത്രമല്ല പ്രശ്നം, അതുമായി ബന്ധപ്പെട്ട അനുബന്ധ തൊഴിലാളികളുണ്ട്, ലോഡിംഗ് തൊഴിലാളികളുണ്ട്. അപ്പോൾ ഒരുപാട് ജീവിതങ്ങളെ, ഒരുപാട് കുടുംബങ്ങളെ ഇത് നല്ല രീതിയിൽ ബാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇനി നമ്മുടെ യുവതലമുറയിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ യൂത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ ഒരു മെജോറിറ്റി ഓഫ് യൂത്ത് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ മുന്നേ ഉള്ളവർ ഡിഗ്രിക്ക് പോയി കഴിഞ്ഞാൽ അവർ ഡിഗ്രിക്ക് പോകുന്നു, ഫോറിൻ കൺട്രീസിലേക്ക് പോയാൽ ഫോറിൻ കൺട്രീസിലേക്ക് പോകുന്നു, നഴ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ നഴ്സിംഗിലേക്ക് പോകുന്നു. പക്ഷെ ഇവരൊന്നും അറിയാതെ കിടക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ മത്സ്യ മേഖലയിലെ ജോലി സാധ്യതകളും അതോടനുബന്ധിച്ചുള്ള പഠനങ്ങളും. എന്തുകൊണ്ട് നമ്മുടെ യൂത്ത് മറൈനുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങളിലേക്ക്, മത്സ്യബന്ധന മേഖലകൾ ജോലികളിലേക്ക് പോകുന്നില്ല എന്ന് തോന്നുന്നു? ഇതുമായി ബന്ധപ്പെട്ട് ഞാനിപ്പം കുറച്ച് നാളുകൊണ്ട് നമ്മുടെ അടുത്തുള്ള പിള്ളേരടുത്ത് പറയുന്ന ഒരു സാധ്യതയാണിത്.
മറൈൻ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ, കൊച്ചി പോലുള്ള സ്ഥാപനങ്ങൾ പഠിക്കാനും പറയുന്നുണ്ട്. എനിക്ക് എൻ്റെ മോൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം അതാണ്. കാര്യം ജോലി സാധ്യതയുണ്ട്, പക്ഷെ അത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിൻ്റെ മെയിൻ കാരണം, ഞാനിപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരു 4-5 കുട്ടികൾ നമുക്ക് അടുത്തുള്ള നമ്മുടെ മക്കൾ കടലിൽ പോകുന്നു, മത്സ്യബന്ധനത്തിന് പോകുന്നുണ്ട്. അമ്മമാർക്ക് നല്ല ആക്റ്റീവാണ്, അമ്മമാർ പഠിത്തമുണ്ട്, പക്ഷെ അമ്മമാർ ജോലിക്ക് പോകുന്നു. എന്നിട്ടും അവർ പറയുന്ന ഒരു കാര്യങ്ങൾ ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ നേരത്തെ പറഞ്ഞ പോലെ മത്സ്യലഭ്യത കുറവ്, കൃത്യമായൊരു വരുമാനം അവർക്കില്ല, ഇന്നൊരു എമൗണ്ട് അവർക്ക് കിട്ടുമെന്നില്ല. ഇന്നൊരു 5000 രൂപ മുടക്കി അവർ കടലിൽ പോയിട്ട് വന്നാൽ ചിലപ്പോൾ അവർക്ക് 2000 കിട്ടാം, ചിലപ്പോൾ 10000 കിട്ടാം, ചിലപ്പോൾ ഒന്നും ഇല്ലാണ്ട് വരും. അപ്പോൾ അവർ മുടക്കുന്ന കാശിന് കൃത്യമായ ഒരു വരുമാനം അവരുടെ കയ്യിൽ വരുന്നില്ല. അത് അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം നമുക്കറിയാം ചിലവിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിലാണ്. നമുക്കറിയാം ചിലവ് കൂടുതലാണ് എല്ലാ തരത്തിലും. നമ്മുടെ വീട്ടുകാരം മുതൽ കറണ്ട് ബിൽ ഏതെടുത്താലും ഗ്യാസ്, അങ്ങനെ ദൈനംദിന കാര്യങ്ങൾ പോലും ചിലവ് കൂടുതലാണ്. പിന്നെ പഠിപ്പിക്കുന്ന മക്കളെ. അപ്പോൾ ആ സ്ഥിതിക്ക് നോക്കുമ്പോൾ ഈ യുവതലമുറ വിചാരിക്കുന്നത് ഒന്നാതെ അവർ ജനിച്ചു വളർന്ന മത്സ്യത്തൊഴിലാളി മക്കളായിട്ടാണ്, മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിലാണ്. അപ്പനും ചേട്ടന്മാരെല്ലാം ഈ കടലിലോട് മല്ലിട്ട് കൊണ്ടുവരുന്ന വരുമാനത്തിന് ജീവിച്ച മക്കളാണ്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ ആയി പോയാൽ അത് കണക്ക് തന്നെ ആകും, ഞങ്ങൾ വേറൊരു വഴി തിരഞ്ഞെടുക്കണം, ഇങ്ങനെ കടലുമായി മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ടാൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല, നിശ്ചിത വരുമാനം കിട്ടത്തില്ല, ഞങ്ങൾ ഉള്ളതിൽ ഒതുങ്ങിക്കൂടേണ്ടി വരും എന്നൊരു ചിന്ത അവരുടെ കയ്യിലുണ്ട്. പിന്നെ ഈ പറഞ്ഞ സാധ്യതയെക്കുറിച്ചുള്ള ഒരു അവയർനെസ് അവർക്ക് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ വ്യക്തമായി അതിനൊരു ബോധവൽക്കരണം നടത്തണം. എൻ്റെ ഈ പറഞ്ഞതിൻ്റെ അകത്തൊരു ലക്ഷ്യം അതുണ്ട്. ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ഒരു +2 കഴിയുമ്പോഴേ ഇവർക്ക് അതിനെക്കുറിച്ചൊരു ബോധ്യം കൊടുക്കണം. ഇന്ന മേഖല ജോലി സാധ്യതയുണ്ട് എന്നുള്ളൊരു ഒരു ഇത് ഇവർക്ക് കൊടുക്കണം. അത് എൻ്റെ മനസ്സിലുള്ളതാണ്. അത് ഇപ്പോഴാണെന്നല്ല, കുറേ വർഷങ്ങളുള്ളതാണ്. ഞാൻ പേഴ്സണലായിട്ട് അറിയുന്ന കുട്ടികൾക്കെല്ലാം ഞാൻ പറയും, ഇങ്ങനെ ഇതുണ്ടല്ലോ, നിനക്ക് അത് എടുത്തുകൂടെ, ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി വരുന്നത് അത് ചെയ്തുകൂടെ. കാര്യം നമുക്ക് മനസ്സിലായത് ഈ ഓക്കിയുമായി ബന്ധപ്പെട്ട് ഞാൻ കടലിൻ്റെ ഭാഗത്തുള്ള എല്ലാ പ്രവർത്തന മേഖലയിലും നിന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഏത് ദിശയിൽ ഏതൊക്കെ പ്രശ്നം നടക്കുമെന്ന് ഈ മത്സ്യത്തൊഴിലാളികൾ കൃത്യമായി അറിയാം. അവരെ കണക്ക് ഇത്രയും അറിവ് കടലിനെ കുറിച്ച് ആർക്കും ഇല്ല. അതാണ് അപ്പം നമ്മുടെ മരിച്ചുപോയ നമ്മുടെ ഒരു മുതിർന്ന അപ്പച്ചന് സ്ഥാനം കൊടുക്കുന്ന ഒരു ആൻഡ്രൂ ചേട്ടനുണ്ട്, കടൽമുത്തം എന്നൊക്കെ പറഞ്ഞിട്ട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. കൃത്യമായി അതിൻ്റെ ആഴവും വീതിയും പരപ്പും എല്ലാം അറിയാവുന്ന ഒരുപാട് അപ്പച്ചന്മാർ നമ്മുടെ മത്സ്യത്തൊഴിലാളി മേഖലയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പിള്ളേർക്ക് പറയും, പുതിയ ഗവേഷണങ്ങൾ പഠിക്കുക, സ്കോളർഷിപ്പുകൾ ഒരുപാടുണ്ട്, പക്ഷെ ഇതൊന്നും ഇവർക്ക് അറിയില്ല. അതിനെക്കുറിച്ച് പഠിക്കുവാൻ അവർക്ക് കാര്യം ഇത് തന്നെയാണ്, അവർ കണ്ടു വളർന്നത് ഇതാണ്. കാര്യം കടലിൽ പോയിട്ട് പകലന്തിയോളം രാവും പകലും കിടന്ന് കഷ്ടപ്പെട്ടിട്ട് തുച്ഛമായ വരുമാനം കൊണ്ട് വീട്ടിൽ വന്ന് കയറുന്ന അപ്പനും ആ പൈസ അമ്മയുടെ കൊടുക്കുമ്പോൾ അത് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാതെ അന്താളിച്ച് നിൽക്കുന്ന അമ്മയും, ഇങ്ങനെ കണ്ടു വളർന്ന ഒരു കുട്ടിയുടെ മനസ്സിൽ ഒരിക്കലും മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഇറങ്ങിച്ചെല്ലാൻ സാധിക്കത്തില്ല. പക്ഷെ അവിടെ നിന്നൊരു തിരിച്ചുവരവ് വരണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വിശദമായ കാര്യങ്ങൾ, മറൈൻ എഞ്ചിനീയറിംഗ് കൊണ്ട് ഗുണങ്ങൾ എന്തുണ്ട്, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് എന്തുണ്ട്, കടലുമായി സമുദ്രോൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഗവേഷണം എന്തുണ്ട് എന്നൊരു അവയർനെസ് ഇനി വരുന്ന തലമുറ, ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും വലിയൊരു മാറ്റം ഈ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഉണ്ടാകും. അതിന് യാതൊരു സംശയമില്ല. പഠനത്തോടൊപ്പം തന്നെ ഇവർക്ക് തൊഴിൽ ചെയ്യാനും തോന്നും. കാര്യം പഠിക്കണമല്ലോ, കടലിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ കടലിൽ പോകണം അല്ലേ. കടലിൽ പോയാൽ കടലിൻ്റെ എന്താണ് അവിടുത്തെ ആവാസ വ്യവസ്ഥയെന്ന്, ഏതൊക്കെ തലങ്ങളിലാണ്, ഏതൊക്കെ തലത്തിലാണ് കടൽ നിൽക്കുന്നത്, അത് എങ്ങനെയൊക്കെ ആണെന്ന് അറിയണമെങ്കിൽ കടലിൽ പോകണം. അപ്പോൾ ഇവർ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഇവർ കടലിൽ പോകാൻ തുടങ്ങുമ്പോൾ അവർക്ക് അതും ഒരു വരുമാനമാവും, പഠനവും നടക്കും. ആ ഒരു മേഖലയിൽ നമ്മുടെ യുവത്വത്തെ കൊണ്ടുവരണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു അവയർനെസ്സും ക്ലാസ്സും കൊടുത്ത് ഏതൊക്കെ ഓപ്പർച്യൂണിറ്റി എവിടെയൊക്കെ ഉണ്ടെന്ന് കൃത്യമായി അവരുടെ കയ്യിൽ എത്തിക്കുക എന്നതാണ് അതിനുള്ള പോംവഴി. ഇനി നമ്മുടെ തീരദേശ മേഖലയെന്നല്ല, ഏത് മേഖല എടുത്തു നോക്കിയാലും ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ലഹരിയാണ്, മയക്കുമരുന്ന്, കഞ്ചാവ്. അപ്പോൾ ഇതിനെതിരെ മിക്കയിടത്തും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കാണുന്നത് ബോധവൽക്കരണം കൊടുക്കുന്നു, ബോധവൽക്കരണ ക്ലാസ്. ശരിക്കും ഇപ്പോഴത്തെ ഒരു കുഞ്ഞു കൊച്ചിനോട് പോലും എന്താ ലഹരി കൊണ്ടുള്ള ദുരുപയോഗങ്ങൾ, അതിന്റെ സൈഡ് എഫക്ട്സ് എന്താണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞു കൊച്ചിന് പോലും പറയാനൊക്കും. അപ്പോൾ ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊണ്ട് മാത്രം ഒരാളെ ലഹരിയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. പകരം നമുക്ക് എന്തൊക്കെ പ്രായോഗികമായിട്ട് ചെയ്യാൻ സാധിക്കും? ഇതൊരു വലിയൊരു പോയിന്റാണ്. ഞാൻ ഈ മത്സ്യത്തൊഴിലാളി ഈ തീരത്ത് താമസിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കറിയാം ഈ കേസുകളെ കുറിച്ചുള്ള വ്യാപ്തി. ഞാൻ ഈ അടുത്ത കാലത്ത് ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ കണ്ട സംഭവമാണ്.
നല്ലൊരു കുട്ടി, ഒരു പയ്യൻ കണ്ട നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷെ അവൻ ബോധമില്ലാത്തൊരവസ്ഥയാണ്. ആരെടുത്ത് എന്ത് പറയണം എടുക്കണമെന്നൊന്നും അവൻ അറിയില്ല. ഭയങ്കരമായ ഒരു അതിക്രമത്തിലോട്ട് പോവുകയാണ്. അപ്പം നമുക്ക് തന്നെ വിഷമം തോന്നി. കാര്യം 20 വയസ്സ് 21 വയസ്സ് തോന്നുന്നു. അങ്ങനെ ഞാൻ ഈ ഈ യാത്ര ചെയ്യുന്നത് പല സംഭവങ്ങൾ കണ്ടിട്ടുള്ള വ്യക്തിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ബോധവൽക്കരണത്തിന്റെ സമയം കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ട നടപടികളാണ്. ഇത് ഇവിടെ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളൊന്നും അല്ലല്ലോ മക്കൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. മേളിൽ നിന്ന് വരുന്നതിനെ നമ്മൾ ഇങ്ങോട്ട് വരാതിരിക്കാനുള്ളത്, അത് വ്യാപിക്കാതിരിക്കാനുള്ളത് നിയമ നടപടികൾ ഉണ്ടാകുക എന്നുള്ളതാണ്. കൃത്യമായ ഇടപെടലുകൾ നടത്തുക. അത് എങ്ങനെ, അത് വന്നാൽ എന്തൊക്കെ ദോഷങ്ങളുണ്ടെന്ന് നമ്മളത് മനസ്സിലാക്കി അത് ആ സാധനത്തെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാമെന്നുള്ള കൃത്യമായ നടപടി സ്വീകരിക്കും. 2, ഒരുപാട് പേര് അടിമപ്പെട്ട് കിടപ്പുണ്ട്. പക്ഷെ ഇവരെ പുതുജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ക്രമീകരണം ഉണ്ടാക്കുക. ഒരുപാട് പേർക്കും താല്പര്യമുണ്ട്, അടിമപ്പെട്ട് പോയി തിരിച്ചു വരണം, നല്ലതുപോലെ ജീവിക്കണം, കുടുംബം നോക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. അവരെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പ്രത്യാശ കിരണങ്ങൾ പോലുള്ള സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു ഇതുണ്ടാക്കി തിരിച്ചു കൊണ്ടുവന്ന് അവരെ കൊണ്ട് ബോധവൽക്കരണം ചെയ്യിപ്പിക്കുക. അവരെ കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് അനുഭവിച്ച ഇതുപോലെ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ഇങ്ങനെ ഇത് ലഹരിക്ക് അടിമപ്പെട്ട് അതിനകത്ത് നിന്ന് തിരിച്ചു വന്ന ആളുകള് ബോധവൽക്കരണം കൊടുക്കുന്നുണ്ട്. എങ്കിൽ പോലും ഭൂരിഭാഗം ആളുകളും ഈ ലഹരിക്ക് അടിമയാണ് ഇന്ന്. അപ്പോ ഇതിൻ്റെ അകത്ത് ആണ്, പക്ഷെ നമ്മൾ അത് ചെയ്യണം ഒരു ഭാഗം. പിന്നെ നമ്മുടെ ജാഗ്രത കുറവ്, നമ്മുടെ പ്രദേശത്തുള്ള നമ്മുടെ ജാഗ്രത കുറവ്. ഇപ്പൊ ഞാനായിരുന്നാലും നമ്മുടെ എല്ലാ വീട്ടമ്മമാരും അപ്പന്മാരായിരുന്നാലും നമ്മുടെ ഇതിനെതിരെ ഒരു ശക്തമായ ഒരു നിലപാടെടുക്കണം. പക്ഷെ നമ്മളിപ്പോ ഇവിടുത്തെ ഉള്ള വീടുകളിൽ ചെന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അത് ചോദിച്ചില്ല എന്ന് ചോദിച്ചാല് അവര് തിരിച്ചു പറയുന്നത് അവർക്ക് പേടിയാണ്. ഇങ്ങനെയുള്ളവരോട് തിരിച്ച് നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ വന്ന് ഇവിടെ ഇത് ഉപയോഗിക്കുന്നു എന്ന് ചോദിക്കാനായിട്ട് അവർക്ക് പേടിയാണെന്നാണ് ഇവിടെയുള്ള മിക്ക അമ്മമാരും പറയുന്നത്. അപ്പോ അത് സത്യമായ കാര്യമാണ്. അത് ഞാനും ഇറങ്ങി പ്രവർത്തിക്കുന്ന രീതിയിൽ ഞാൻ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല, ചെയ്യാം. ഈ പറഞ്ഞ പേടിയാന്ന് പറഞ്ഞാൽ അത് ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അവർക്കറിയില്ലല്ലോ അവരെന്താണ് സംസാരിക്കുന്നത്, എന്താണ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല. പക്ഷെ അത് ഈ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായി നമ്മുടെ ഇവിടെ വരുന്ന ഒരു നിയമനിർമ്മാണം, ആ രീതിയിൽ വരുന്നവർക്കുള്ള നല്ല നല്ല രീതിയിലുള്ള ശിക്ഷാ നടപടികളും അതിനൊക്കെ നിയമനിർമ്മാണങ്ങളും കൃത്യമായി ഫോളോ ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അത് മാറ്റാനുള്ള നടപടികൾ നമ്മൾ ഉണ്ടാക്കുകയും ചെയ്യണം. അത് ഈ പറഞ്ഞ പോലെ ബോധവൽക്കരണമൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ആ ഒരു സാഹചര്യങ്ങളിലോട്ട് മക്കൾ പോവാതിരിക്കാൻ പരമാവധി നമ്മൾ ഇടപെടുക എന്നുള്ളതാണ്. കാര്യം ഏതൊരു കുട്ടിയും നമ്മൾ പറയും അത് ചെയ്യരുതെന്ന് പറഞ്ഞാലും ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പം കുഞ്ഞുനാൾ മുതൽ. പക്ഷെ നമ്മൾ അതിന് പറയാം വേറെ എന്റർടൈൻമെന്റിലോട്ട് പിള്ളേരെ തിരിച്ചുവിടുക നമ്മൾ ശ്രമിക്കണം. കാര്യം ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞു ഈ കുളിർമ നീലിമ ഫ്ലാറ്റിന്റെ കാര്യം പറഞ്ഞു. പണ്ട് QSS കോളനി എന്നാണ് അറിയപ്പെട്ടത്. ഞാൻ അവിടെ ഓട്ട് ചെയ്യുമ്പോൾ എപ്പോഴും എനിക്ക് ഒരു 10 വയസ്സിനകത്തുള്ള ഒരു 7-8 പിള്ളേർ എൻ്റെ മുമ്പ് ഓടിയാണ്. അപ്പം ഞാൻ വെറുതെ ചോദിച്ചു, ഇത് ഈ റോട്ടിൽ കിടന്ന് ഓടി കളിച്ചോണ്ടിരിക്കുക, പന്ത് കളിക്കുകയാണ്. അപ്പോൾ പറഞ്ഞ ആൻറ്റി സ്ഥലമില്ലാണ്ട് ഇവിടെ കണ്ട ഒരുത്തൻ്റെ കാല് മുറിഞ്ഞിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്ത് പറ്റി? അത് ഇവിടെ കളിച്ച് മുറിഞ്ഞതാണ്. അതായത് പിള്ളേർക്ക് കളിക്കാൻ ഗ്രൗണ്ട് ഇല്ല, റോഡിൽ കിടന്നാണ് കളിക്കുന്നത്. അപ്പോൾ റോഡിൽ വണ്ടി പോകുമ്പോഴും ഒക്കെ മാറിക്കൊടുത്ത് കളിക്കുമ്പോൾ അവർ ഞങ്ങൾക്ക് ആൻറ്റി ജയിച്ച ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കി തരും എന്നാ ചോദിക്കുന്നത്. അറിയാം, കുഞ്ഞുനാളുകളെന്ന് വെച്ചാൽ നമുക്കറിയാം ഏകദേശം ഒരു 10-12 വയസ്സ് നമുക്ക് കളിക്കാൻ കളിസ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ ചെലവഴിച്ചിരുന്ന കൂട്ടുകാരൊപ്പമായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല, മൊബൈല്, മീഡിയാസ്, പിന്നെ ഒതുങ്ങിക്കൂടുക എന്നുള്ളൊരു ചിന്താഗതിയായി പോയി. അതുകൊണ്ടൊക്കെ ഈ പറഞ്ഞ കണക്ക് ഈ ഒതുങ്ങിക്കൂടുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഈ അഡിക്റ്റ് എന്ന് പറയുന്നത്, മയക്കുമരുന്ന് അഡിക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ 10 മിനിറ്റ് നമ്മൾ ഫ്രണ്ട്സായിട്ട് സംസാരിക്കുമ്പോഴും ചെലവഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും അത്. അപ്പോൾ അവർ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്നിടത്ത് നിന്നാണ് അവർ ഈ ഒരു ലഹരിയിലോട്ട് പോകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ നമുക്ക് കുട്ടികൾക്ക് ഒരു പ്രായം വരുമ്പോൾ ഇപ്പോൾ ഒരു 10 വയസ്സ് 11 വയസ്സ് മുതലേ ഈ നമ്മുടെ പല ഉപകരണങ്ങളുണ്ട്. മ്യൂസിക്, റീഡിങ്. ഇപ്പോൾ പിള്ളേരൊന്നും വായിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളൊക്കെ മുമ്പ് കുറേ വായിച്ച് വളർന്നതെന്ന് വേണം പറയാനായിട്ട്. അപ്പം വായിക്കാനുള്ളൊരു അവസരങ്ങൾ, ലൈബ്രറികൾ, പിന്നെ ഗെയിംസ്, പിന്നെ ക്വിസ് കോമ്പറ്റീഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് നമ്മുടെ ഇനി വരുന്ന തലമുറയെ നമ്മളൊന്ന് കൊണ്ടുവന്നാൽ. പക്ഷെ അതിന് എനിക്ക് പറയാനുള്ളത് ഈ സ്ഥാപനം തന്നെ വലിയൊരു നേതൃത്വം മുൻപ് കൊടുത്തിരുന്നു. ഞങ്ങളൊക്കെ ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തോട്ട് പോയ വ്യക്തികളാണ്. ഇവിടെ തന്നെ പഠിച്ച് ഞങ്ങളൊക്കെ ഒരുപാട് ഈ കാര്യങ്ങൾ ചെയ്ത് അന്ന് ഇതുപോലെ വനിതാവെന്ന് പറഞ്ഞ പ്രത്യേകം ഒരു ടീം ഉണ്ടായിരുന്നു. പിന്നെ പ്രത്യേകം ഈ കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്ന രീതി ഇന്നും തുടർന്നുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
എൻ്റെ ഒരു ലക്ഷ്യം അതുമുണ്ട്. എൻ്റെ ഡിവിഷനിൽ അങ്ങനെ ഒരു തരത്തിലേക്ക് മാറ്റം വരണം. പിള്ളേർക്ക് ഓപ്പണായിട്ട് വന്ന് കഥകൾ പറയുവാനും വായിക്കുവാനും ചിത്രരചന നടത്തുവാനും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുവാനും ഉള്ള ഒരു തലത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നാൽ, ഒരു 10 വയസ്സ് മുതൽ നമ്മൾ ആ കുട്ടികളെ അങ്ങനെ പഠിപ്പിച്ചു കൊണ്ടുവന്നാൽ ഏകദേശം ഒരു 15-16 വയസ്സൊക്കെ ആകുമ്പോൾ അവർ ഒരു നല്ലൊരു പൗരന് ആയി മാറും. ഒരു യുവാവ് യുവതിയായി പറയുമ്പോൾ അവർക്ക് ദിശാബോധം കാണും, ജീവിതം എന്താണെന്ന് ഒരു സാമൂഹ്യ പ്രതിബദ്ധത പിള്ളേർക്ക് ഉണ്ടാകും. അത് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചാൽ ഈ പറഞ്ഞ പോലെ അടുത്തൊരു തലമുറയെങ്കിലും നമുക്ക് ഈ പറഞ്ഞ ഒരു വിപത്തിൽ നിന്ന് മാറ്റി നല്ലൊരു ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇത്ര വിലപ്പെട്ട സമയത്തിനിടയ്ക്കും നമ്മളോടൊപ്പം ഈ ഒരു കുറച്ചു നേരം സമയം ചെലവഴിക്കാൻ സാധിച്ച മേഡത്തിന് വളരെയേറെ നന്ദി. താങ്ക് യു.